ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് ഞങ്ങളുള്ളത് മണർകാട് പള്ളിയിലാണ്. മണർകാട് പള്ളി കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രസിദ്ധമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് മണർകാട് പള്ളി. ഇന്ന് നമുക്ക് പള്ളിയിലെ കാഴ്ചകളും പള്ളിയുടെ ചരിത്രവും വിശേഷങ്ങളും എല്ലാം കണ്ടാലോ. സെപ്റ്റംബർ 1 മുതൽ 8 വരെ വിശുദ്ധ മറിയത്തിന്റെ ജനനത്തിന്റെ സ്മരണ കൊണ്ടാടുന്നു. 8 നോയമ്പാണ് ഇവിടുത്തെ പ്രധാന പെരുന്നാള്. ഏഷ്യയിലെ ഏറ്റവും വലിയ റാസ നടക്കുന്നത് മണർകാട് പള്ളിയിലാണ്. ലോകത്തെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ പള്ളിയിൽ വരാറുണ്ട്. മതത്തിന്റെയോ ജാതിയുടെയോ ഒരു അതിർവരമ്പുകളും ഇല്ലാതെയാണ് പള്ളിയിൽ വരുന്നത്. മാതാവിന്റെ ജന്മനാളുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ പെരുന്നാൾ നടക്കുന്നത്. ഹൃദയം തുറന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ മേരിമറിയം കൈവിടുകയില്ലെന്നാണ് ഇവിടുത്തെ ഭക്തർ തുറന്ന് വിശ്വസിക്കുന്നത്. ഇവിടുത്തെ പെരുന്നാളിന് 3 ലക്ഷത്തോളം ജനങ്ങളാണ് വരുന്നത്. മുറ്റത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു മരം അതൊരു അത്ഭുതം തന്നെയാണ്. ഈ പള്ളിക്ക് 1000 വർഷം പഴക്കമുണ്ട്. പല ഘട്ടങ്ങളിലായിട്ടാണ് പള്ളിയുടെ പണി നടന്നത്. അങ്ങനെ 1954 പള്ളിയുടെ പണി മൊത്തത്തിൽ പൂർത്തിയായത്. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് മണർകാട് പള്ളി. ഇവിടുത്തെ കൽക്കുരിശുമായി ബന്ധപ്പെട്ടാണ് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നത്. ഈ കൽക്കുരിശിന് ഇതേ വലിപ്പം തന്നെയാണ് ഇതിന്റെ അടിഭാഗത്തും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഇത്രയും വലിയ കൽക്കുരിശ് സ്ഥാപിക്കുന്നതിന് ഒരു ആനയുടെ ആവശ്യമാണെന്നും തുടർന്ന് ഇവിടെ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള പുതുപ്പള്ളിയിൽ ആനയെ കൊണ്ടുവരാമെന്നും തീരുമാനിച്ചു. അങ്ങനെ പള്ളി ഭാരവാഹികൾ ആനയെ ചോദിച്ചെങ്കിലും ആനയുടെ ഉടമ കൊടുക്കാൻ വിസമ്മതിച്ചു. തുടർന്ന് വിഷമത്തോടെ തിരിച്ചു വന്ന പള്ളി ഭാരവാഹികൾ കണ്ട കാഴ്ച അത്ഭുതമായിരുന്നു. കുരിശ് നാട്ടാനായി കുഴിച്ച കുഴിയിൽ കുരിശ് നേരെ നിൽക്കുന്നു. അതിന്റെ ചുവട്ടിൽ ആന കൊമ്പും കുത്തി നിൽക്കുന്നു. തുടർന്ന് ആനപ്പാപ്പാൻ ചങ്ങല പൊട്ടിച്ചു വന്ന ആനയെ തിരിച്ചു കൊണ്ടുപോയെന്നാണ് ഐതിഹ്യം. പള്ളിയിൽ 2 കിണറുകളുണ്ട്. 8 നോയമ്പ് കാലത്ത് വിശ്വാസികൾ കുളിച്ചു കയറി ഈറനോടെ കുരിശുപള്ളിക്ക് ചുറ്റും ഉരുൾ നേർച്ച നടത്തും. തുടർന്ന് കുരിശുപള്ളിക്ക് ചുറ്റും വിളക്കുകൾ കത്തിക്കും. ഇതാണ് പ്രധാന നേർച്ച. കുരിശുപള്ളിയിലേക്കുള്ള റാസ സെപ്റ്റംബർ 6 ഉച്ച നമസ്കാരത്തിന് ശേഷം ആയിരക്കണക്കിന് മുത്തുക്കുടകളും വാദ്യാഘോഷങ്ങളും ഏഷ്യയിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ഘോഷയാത്രകളിൽ ഒന്നാണ്. മാരാരോഗങ്ങൾ ബാധിച്ചവർ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ മാതാവ് കേൾക്കുമെന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രധാന നേർച്ചകളും വഴിപാടുകളും. ദൈവം മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന, മുത്തുക്കുട നേർച്ച, വെടിപ്പണം, സ്വർണ്ണക്കുരിശ് നേർച്ച, കൽക്കുരിശിനു ചുറ്റും മുട്ടിന്മേൽ നീന്തൽ, ആൾരൂപം ഇവയൊക്കെയാണ്. പെരുന്നാളിന് 8-ാം ദിവസം അരിയും ശർക്കരയും തേങ്ങയും ചേർത്തുണ്ടാക്കുന്ന പാച്ചോറ് നേർച്ചയാണ് പ്രധാനം. 8 നോയമ്പിന് ഉപവാസം ഇരിക്കുന്ന എല്ലാ ഭക്തർക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകിട്ടും നേർച്ചക്കഞ്ഞി നൽകി വരുന്നുണ്ട്. 8 നോയമ്പ് പെരുന്നാളിൽ 7-ാം ദിവസം മധ്യന്ത പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രധാന ത്രോണോസിന്റെ മുകളിൽ ഇരിക്കുന്ന മാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ചിത്രം തുറന്നു കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടുത്തെ. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ചിത്രം തുറന്നു കൊടുക്കപ്പെടുന്നത്. മാതാവിന്റെ ദർശനത്തിനു വേണ്ടിയാണ് ആയിരങ്ങൾ 8 നോയമ്പ് സമയത്ത് ഒഴുകിയെത്തുന്നത്. കുട്ടികളെ മാതാവിന്റെ പക്കൽ നേർച്ച വെക്കുന്നത് വിശുദ്ധിയുടെ കരുതലിന് സമർപ്പിക്കുന്ന നേർച്ചയാണ്. ഇതാണ് അടിമ കൊടുക്കൽ എന്നറിയപ്പെടുന്നത്. യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ നേർച്ചയായി കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഈ വഴിപാട്. പള്ളിയുടെ വിശേഷങ്ങൾ ഇനിയും തുടരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ആവശ്യമാണ്. അപ്പോൾ താങ്ക് യു.